സ്ഥിരമായി ജോലിസ്ഥലത്തേക്ക് 2.5 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. ദിവസം ഏകദേശം 2 ഭാഗത്തേക്കുമായി 5 മണിക്കൂറോളം യാത്ര ചെയ്യും. എനിക്ക് ജംഉം ഖസറും അനുവദനീയമാണോ എന്നാണ് ചോദ്യം. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്തൊരു പള്ളിയുണ്ട് എന്നുകൂടി അവസാനം എഴുതിയിട്ടുണ്ട്. 2.5 മണിക്കൂർ ഏകദേശം 5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ യാത്രക്കാരനാണ്. യാത്രക്കാരൻ്റെ ആനുകൂല്യം അയാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ എത്ര ദൂരം പിന്നിട്ടാലാണ് ഖസ്റാക്കാൻ പറ്റുക എന്നത് പ്രസക്തമായ ചോദ്യമാണ്. അത് പഴയകാല ഫുഖഹാക്കളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള പല സ്വഹാബിമാരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ ഒരു രാവും പകലും യാത്ര ചെയ്യുകയാണെങ്കിൽ മഹറം വേണം എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. 2 ദിവസം യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ന് വന്നിട്ടുണ്ട്. 3 ദിവസം യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്ര ദൂരം ഫർസഖ് എന്നാണ്, ഫർസഖ് ബുർദ് എന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് ദൂരത്തിന് അളവായി ഉപയോഗിക്കാറുള്ളത്. എത്ര ഫർസഖ് പിന്നിട്ടാലാണ് ഒരാൾക്ക് ഖസ്ർ ആക്കുവാൻ പറ്റുക? അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള, ഇബ്നു ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഹദീസിൽ എവിടെയും ഇത്ര ദൂരം പിന്നിട്ടാലാണ് നിങ്ങൾ ഖസ്റായി നമസ്കരിക്കുവാൻ അനുവാദമുള്ളത് എന്ന് വരാത്ത സ്ഥിതിക്കും അറബി ഭാഷ പ്രകാരം യാത്ര എന്ന് പറയുന്നത് ഇത്ര കിലോമീറ്റർ, ഇത്ര ദൂരം എന്ന് നിർവചിക്കപ്പെടാത്ത സ്ഥിതിക്കും ഈ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത് അയാൾ നാട്ടിലെ സാഹചര്യമനുസരിച്ച് ഇതിനൊരു യാത്ര, സഫർ എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ അയാൾക്ക് ഈ ആനുകൂല്യം ഉപയോഗിക്കാമെന്നാണ്. കാരണം മറ്റു ചില ഹദീസുകൾ ലാ തുസാഫിറൻ ഇംറഅത്തുൻ ഇല്ലാ മഅ ദീ മഹറം, ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ് എങ്കിൽ അവളുടെ കൂടെ മഹറം ഉണ്ടായിരിക്കണം എന്നാണ്. അവിടെ 1 ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, 2 ദിവസം എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല, 3 ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടെ ഒരു യാത്ര എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു യാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുങ്ങി പുറപ്പെട്ട് സജ്ജീകരണങ്ങളൊക്കെ, പ്ലാനുകളൊക്കെ തയ്യാറാക്കി അത് അത്തരത്തിലുള്ള ഒരു ഒരുങ്ങിപ്പുറപ്പെട്ടുള്ള സംരംഭമാകുമ്പോഴാണ് യാത്രയായി തീരുക. അത് ഓരോ രാജ്യത്തും അവിടുത്തെ മുവാസല, ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾക്കനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പഴയ കാലത്ത് 89 കിലോമീറ്റർ, 84 കിലോമീറ്റർ എന്നൊക്കെ പഴയകാല ഫുഖഹാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഇന്ന് നമ്മൾക്കൊരു കൃത്യമായ ഇത്ര കിലോമീറ്റർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവിടെ ഇത്ര ഒരു സഫറാണോ, യാത്രയാണോ, ആ യാത്രക്കനുസരിച്ച് ഈ ആനുകൂല്യം ഉപയോഗിക്കുക എന്നാണ്. ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2.5 മണിക്കൂർ വൺ വേ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു യാത്ര തന്നെയാണ്. അയാൾക്കുള്ള ഭക്ഷണങ്ങൾ അയാൾ റെഡിയാക്കിയിട്ടുണ്ടാവും, തയ്യാറെടുപ്പുകളുണ്ടാവും അയാൾക്ക്. എന്ന് മാത്രമല്ല, ഇതേപോലെ സുദീർഘമായി യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ, പൈലറ്റ്, അതേപോലെ കപ്പിത്താന്മാർ, ഇവരൊക്കെ അതിൽപ്പെടും. അവർക്കൊക്കെ ഈ ആനുകൂല്യം ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ജംഇൻ്റെ കാര്യം പറയുമ്പോൾ ജംഇ ഒരു യാത്രക്കാരൻ എന്നതിലപ്പുറം അവിടെ അൽ ജംഉ ലിൽ ഹാജ, ആവശ്യത്തിന് വേണ്ടിയാണ് ജംഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്റാക്കാറുണ്ട്, ജമ്മുമാക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഇ ആക്കാറില്ല. അതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അടുത്തൊരു പള്ളിയുണ്ട് എന്നും പറഞ്ഞുവല്ലോ, ആ പള്ളിയിൽ അയാൾക്ക് സമയത്ത് കൃത്യസമയത്ത് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് പൂർണ്ണമായി അങ്ങനെ ചെയ്യുന്നതന്നെയാണ് നല്ലത്. ജംആക്കി ഖസ്റാക്കാതെ നമസ്കരിക്കലായിരിക്കും അല്ല, അങ്ങനെയല്ല സൂചിപ്പിച്ചത്. അയാൾ ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലെത്തിയല്ലോ, ആ എത്തിയ സ്ഥിതിക്ക് അയാൾക്ക് അവിടെ നമസ്കരിക്കുവാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ പൂർണ്ണമായി സാധാ പോലെ നമസ്കരിക്കുക. ഇനി അതല്ല, അതിന് പ്രയാസമുണ്ട് എങ്കിൽ അയാൾക്ക് ഈ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം.